ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രണ്ടാം പിണറായി സർക്കാർ അവസാന മാസങ്ങളിലാണ്. 10 വർഷങ്ങൾക്കിപ്പുറം ഭരണത്തെക്കുറിച്ചുള്ള ജനവികാരം പൂർണ്ണമായും അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതറിയാൻ മന്ത്രിസഭയൊന്നാകെ പുറപ്പെട്ടൊരു യാത്ര നടത്തിയിരുന്നു. അതിനൊടുവിൽ രക്ഷാപ്രവർത്തനത്തിന് പുതിയൊരു അർത്ഥം രൂപപ്പെട്ടതാണ്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതുമാണ്. പക്ഷേ ജനത്തെ അറിയാനുള്ള, ജനക്ഷേമത്തിന് ചെയ്തതൊക്കെയും അവരെ സന്തുഷ്ടരാക്കിയോ എന്നറിയാനുള്ള ആകാംക്ഷ അത് അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഓരോ വകുപ്പുകളുടെയും സംഗമം നടന്നു. അതിനിടയ്ക്കൊരു ആഗോള അയ്യപ്പ സംഗമവും ഉണ്ടായി. CM വിത്ത് മീ എന്ന പരിപാടിയും നടത്തി. ഏറ്റവും ഒടുവിലിതാ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചറിയാൻ 80 ലക്ഷം വീടുകളിലേക്ക് എത്തുകയാണ്. അതിനെന്തുകൊണ്ടും നല്ലത് പാർട്ടി നിശ്ചയിക്കുന്നവരെ അയക്കുകയാവും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സർവേ നടത്താനാണ് തീരുമാനം. 20 കോടി ചെലവഴിച്ചുള്ള സർവേ കൊണ്ട് വേറെ എന്താണ് ഫലം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മരണമൊഴിയും SIT ആശുപത്രിയിൽ നിന്നും അണുബാധയേറ്റുള്ള യുവതിയുടെ മരണവും അട്ടപ്പാടിയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ചുമരിടിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ മരിച്ചതൊക്കെയാണ് ക്ഷേമകേരളത്തിലെ ഇന്നത്തെ കാഴ്ചകൾ. സർവേ പാർട്ടി പരിപാടിയോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപാറ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, സർക്കാർ ഇങ്ങനെ ഒരു സർവേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കേരളത്തിൻ്റെ ഒരു കേരള മോഡൽ നമ്മൾ വിവിധ ഗവൺമെൻറ്റുകളുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തിയെടുത്തു. 1957 ലോകത്തിന് മാതൃകയായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് മുതൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ വിദ്യാഭ്യാസ, അതുപോലെ തന്നെ ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികയിൽ നടത്തിയ ഇടപെടലുകൾ നമുക്കറിയാം. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് LDF-ന്റെ പ്രകടനം... ഒരു മിനിറ്റ് അരുൺകുമാർ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ശബ്ദത്തിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്, ഫോൺ എടുത്ത് വെച്ചതുകൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് പറയാമോ? ഹലോ, ആ ഫോൺ അടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഫോൺ ഒന്ന് അല്പം മാറ്റി പിടിക്കാമോ? പറഞ്ഞോളൂ. നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. LDF ഗവൺമെൻറ് 91 സീറ്റോടെ അധികാരത്തിൽ വന്നു. നവകേരള നിർമ്മിതി ഏകദേശം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ആ നവകേരളം ഇപ്പോൾ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക്, വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം ഇവിടെ ഉറപ്പുവരുത്താനും, വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന തൊഴിൽ സാധ്യത ഇവിടെ ഇരുന്ന് തന്നെ ആർജിക്കാനും, ആരോഗ്യരംഗത്തും വികസിത രാജ്യങ്ങളെ അപ്പുറത്തേക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ വികസന കാര്യങ്ങളിലും സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളിലും ജനങ്ങൾക്കുള്ള അഭിപ്രായം അറിയണം. ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് അറിയണം. ആ വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ സ്വീകരിക്കണം. ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കണം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിലെ 1/3 പേർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം 18 വയസ്സിന് മുകളിലുള്ള 2.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ 1,05,00,000 പേർ വിവിധ തരത്തിലുള്ള പെൻഷൻ സ്കീമിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി അപ്പോൾ ആ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ അഭിപ്രായം എന്ത്, അത് കൂടുതൽ വിപുലപ്പെടുത്താനും കൂടുതൽ പ്രയോജനപ്പെടുത്താനും എന്തൊക്കെയാണ് ഭാവി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതുണ്ട്. അതുപോലെ തന്നെ വികസനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്യണം. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇനിയിപ്പോൾ ഉള്ളത് 6 മാസമാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വിജ്ഞാപനം ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. അത് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടമാണല്ലോ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് പ്രഖ്യാപനങ്ങൾ പറ്റില്ല. അത് കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെയുള്ളത് 3 മാസം കൂടിയാണ്. അപ്പോൾ ഈ ചെറിയ കാലയളവിൽ എന്ത് നടപടികളാണ് ഇനി ചെയ്യാനാവുക? ഈ 80 ലക്ഷം വീടുകളിലേക്ക് എത്തി അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 6 മാസം ഇല്ല എങ്കിൽ 6 മാസം എങ്ങനെ കൂട്ടൂ, 6 മാസം കൊണ്ട് എന്ത് ചെയ്യാനാണ് സാധിക്കുക? ഇവിടെ ഏറ്റവും ആദ്യം ഒരു നവകേരള സദസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുന്നു. ആർക്കു വേണമെങ്കിലും രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ വന്ന് മുഖ്യമന്ത്രിക്കും ടീമിനും കൃത്യമായി നിവേദനങ്ങൾ കൊടുക്കാം, പരാതികൾ കൊടുക്കാം, അവരുടെ പരിഭവങ്ങൾ രേഖപ്പെടുത്താം. അതിനുവേണ്ടി വലിയ ടീമിനെ തന്നെ അണിനിരത്തി. ആ 140 മണ്ഡലങ്ങളിലെയും ഇത്തരത്തിലുള്ള പ്രചാരണം കഴിഞ്ഞതിന് ശേഷം
ആ ഓരോ മണ്ഡലത്തിലും നടപ്പാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. 13,000 കോടി രൂപയുടെ കാര്യങ്ങൾ നടപ്പാക്കി. അതിനുശേഷം കൃത്യമായി മണ്ഡലം തലത്തിലുള്ള വിശദമായിട്ടുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിച്ചു. 2ാം ഘട്ടം എന്ന രൂപത്തിൽ 140 മണ്ഡലങ്ങളിലും. അതിനുശേഷം 33 വിഷയങ്ങളിൽ വിവിധ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിഷൻ 2031, അതായത് കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് 75 വർഷം തികയുന്ന 2031 ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കണം കേരളം എന്നതിനെക്കുറിച്ച് വിഷൻ 2031 ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം CM വിത്ത് മീ, ആർക്കു വേണമെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാം, കാര്യങ്ങൾ പറയാം. 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ റെസ്പോൺസ് വരും. 48 മണിക്കൂറിനുള്ളിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവും. ആ CM വിത്ത് മീ ലക്ഷക്കണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ നവകേരള സദസ്സ്, മണ്ഡലംകല വികസന സദസ്സുകൾ, വിഷൻ 2031, CM വിത്ത് മീ, അതിന്റെ അടുത്ത ഘട്ടം എന്ന രൂപത്തിലാണ് ഈ ഒരു റെസ്പോൺസ് ടീമിനെ വിട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള സർവേയും കാര്യങ്ങളും ഉൾപ്പെടുത്തി ഭാവി പ്രവർത്തനത്തിൽ കേരളത്തിൽ ഇപ്പോൾ അതിന് 6 മാസം അല്ലേ ഉള്ളൂ എന്നാണ് അങ്ങ് ചോദിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 മാസം കാലാവധി എന്നല്ല, ഭാവിയിലേക്ക് 2031 എന്ന് പറയുമ്പോൾ 75ാം വർഷം കേരളത്തിന്റെ വാർഷികം എന്ന് വെച്ചാൽ 5 കൊല്ലോട് അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് ഈ കേരളത്തിന് കുതിച്ചു മുന്നേറാൻ ഈ കേരളത്തിലെ 86 ലക്ഷം വരുന്ന കുടുംബങ്ങളിൽ പോയി മുഴുവൻ ആളുകളെയും കണ്ട് ആ വീട് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഈ സർവേ ടീം വീണ്ടും ചെല്ലും, സന്നദ്ധ പ്രവർത്തകർ ചെല്ലും, അവരുടെ അഭിപ്രായം കേട്ട് ക്രോഡീകരിച്ച് കേരളത്തിന്റെ ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇതൊരു മഹത്തായ ആശയമാണ്. ഇത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു. അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു എന്നൊന്നും ഇതിനൊരു പ്രശ്നമല്ല. കാരണം ജനുവരി മാസം 1 മുതൽ ഫെബ്രുവരി മാസം 28 വരെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ റെസ്പോൺസ് ടീം, സന്നദ്ധ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. സർവേ നടത്തുക? പാർട്ടിയാണോ ഏറ്റെടുത്തിരിക്കുന്നത്? പാർട്ടിയാണോ പോകേണ്ടവരെ തീരുമാനിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. അതിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ശേഷിയുള്ള, അതിന് കഴിവുള്ള, അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആർക്ക് വേണമെങ്കിലും അതിന്റെ ഭാഗമായിട്ട് രംഗത്തിറങ്ങാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10/10/2025 തന്നെ ഗവൺമെന്റ് ഉത്തരവിറക്കി. ആ ഉത്തരവിൽ വികസന ക്ഷേമ പഠന പരിപാടിയാണ്, ഇത് സർവേ അല്ല, വികസന ക്ഷേമ പഠന പരിപാടിയാണ് അത് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള കേരള മോഡൽ നവകേരളമാക്കി മാറ്റുന്നത്, അതിന് ലീഡ് ചെയ്യുന്നത് സംസ്ഥാനതല ഉപദേശക സമിതി, 9 അംഗ സംസ്ഥാന നിർവഹണ സമിതി, ജില്ലാ സമിതി, കോർപ്പറേഷൻ, താലൂക്ക്, അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പൽ സമിതികൾ. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി ഗവൺമെന്റ് സർക്കുലർ തന്നെ 10/10 പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അനുബന്ധം 1-2, അനുബന്ധം 1-ൽ എന്താണ് ലക്ഷ്യം, അനുബന്ധം 2-ൽ ഈ സർവേക്കായിട്ട് കൃത്യമായിട്ട് ഈ പരിശോധനയ്ക്കായിട്ട് ചെല്ലുന്ന സന്നദ്ധ സേവാ അംഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഉണ്ട്. സമയക്കുറവുണ്ട്, എന്നാലും ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നുള്ള നിർദ്ദേശം, സാമുദായിക സൗഹൃദം മെച്ചപ്പെടുത്തുന്നുള്ള നിർദ്ദേശം, യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ, വിജ്ഞാന സമ്പദ്ഘടനയുടെ വ്യാപനം, ശാസ്ത്ര സാങ്കേതിക വികസനമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഏകദേശം ഒരു 19 കാര്യങ്ങളിൽ ഉള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം സ്വീകരിച്ച് നമുക്ക് ബഹുദൂരം ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി മുഴുവൻ ജനങ്ങളെയും പാർട്ടിയുടെ റോൾ എന്താണ്? പാർട്ടിക്ക് ഒരു റോളുമില്ല. അപ്പൊ ആ ചോദ്യത്തിന് ഇപ്പോൾ LDF ആണല്ലോ ഒരു പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ പ്രകടന പത്രികയാണല്ലോ ജനങ്ങൾ അംഗീകാരം കൊടുത്തത്. വീണ്ടും ഭരണ തുടർച്ചയിലൂടെ വീണ്ടും അംഗീകാരം കൊടുത്തു. അതുകൊണ്ട് LDFന്റെ നയങ്ങൾ, പ്രത്യേകിച്ച് LDFന്റെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചെടുത്ത് തീരുമാനിക്കുന്ന നയങ്ങൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കും. അതിപ്പോൾ ഏത് ഗവൺമെന്റ് ആയാലും ഏത് മുന്നണിയാണോ നേതൃത്വം കൊടുക്കുന്നത് അത് പ്രതിഫലിക്കും. അത് ഞങ്ങളുടെ നയങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ സർവേ നടത്തുന്നതും ഇതിന്റെ പഠനം നടത്തുന്നതും ആ പഠന റിപ്പോർട്ട് ക്രോഡീകരിക്കുന്നതുമെല്ലാം സന്നദ്ധ സേനയിലേക്ക് ആളെ കണ്ടെത്തി റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യിക്കാനുള്ള ദൗത്യം പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് നമ്മൾ പ്രളയകാലത്ത്, കോവിഡ് കാലത്തുമെല്ലാം ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ശേഷിയുള്ള, തയ്യാറായ, മനസ്സുള്ള, ഡെഡിക്കേഷനുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സന്നദ്ധ സേനകൾ ഇതിനു മുമ്പും രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 85,000 കേഡർമാർ മതി, ഇതിൽ 85,000 സന്നദ്ധ പ്രവർത്തകർ മതി ഈ പഠനം പൂർത്തീകരിക്കാൻ. പക്ഷെ ഇപ്പോഴേ തന്നെ 4 ലക്ഷത്തിലധികം പേർ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അതൊരു കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്, സാംസ്കാരികമായിട്ടുള്ള ഒരു ഉന്നതി തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഡെഡിക്കേഷനോടുകൂടി 1 രൂപ പോലും പ്രതിഫലം കൈപ്പറ്റാതെ സമർപ്പിതബോധത്തോടുകൂടി ഇത്തരം ദൗത്യങ്ങൾ പറ്റിയ ഒരു സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നു. ഈ 5 വർഷത്തിനിടയ്ക്ക് ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ
അത് ജനങ്ങളിൽ നിന്ന് അറിയാൻ ഒരു സർവേ നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മന്ത്രിസഭ ഒന്നാകെ, കേരളം ഒന്നാകെ സഞ്ചരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതല്ലാതെ തന്നെ പ്രതിഫലിക്കുമല്ലോ. ഒരു നല്ല ഭരണമാണെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ, ഭരണത്തിൻ്റെ അനുരണനങ്ങൾ പുറത്തേക്ക് കാണാം. അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് സഞ്ചരിച്ചതാണോ? കാണാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ സർവേ നടത്തുന്നത്? ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തലത്തിലോ ഉയരത്തിലോ അല്ല. ഈ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം പൊതുപ്രവർത്തകരും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അവർ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതെല്ലാം ഒരു നവജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും മഹത്തായ ഉദാഹരണങ്ങൾ തന്നെയാണ്. ഇപ്പൊ നവകേരള സദസ്സ് കൃത്യമായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലും എത്തുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നതൊക്കെ കണ്ടു. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പല്ലേ ഓരോ മണ്ഡലത്തിലും നവകേരള സദസ്സിൽ കിട്ടിയ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളുടെ പരസ്യം പത്രങ്ങളിൽ വന്നപ്പോഴാണല്ലോ പലരും വിചാരിച്ചു 13,000 കോടി രൂപ ഗവൺമെന്റ് മുടക്കിയല്ലോ, റോഡായിട്ടും വികസന പ്രവർത്തനങ്ങളായും മറ്റു കാര്യം വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങളുമായിട്ടുമെല്ലാം. ഇതിപ്പോ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് കൃത്യമായി ഭാവി കേരളത്തെക്കുറിച്ചുള്ള രൂപരേഖ അവരവർക്ക് നിർദ്ദേശം കൂടി വയ്ക്കാം. ഇത്ര സുതാര്യമായിട്ട് ചെയ്യാൻ, ഇത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ, അത്തരത്തിൽ പ്രകടന പത്രിക എന്നുള്ളത് നടപ്പാക്കാനുള്ളതാണോ? പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് ചില കാര്യങ്ങൾ നടപ്പാക്കുന്നത് ശുദ്ധ വിവരക്കേടല്ലേ എന്ന് ചോദിച്ച UDFന്റെ കക്ഷി നേതാവൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, കൺവീനറൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞങ്ങളോട് പ്രകടന പത്രിക ഞങ്ങളുടെ മുന്നിൽ തന്ന് ഞങ്ങളുടെ വോട്ട് മേടിച്ച പാർട്ടി അവർ ഇത് നടപ്പാക്കി കൃത്യമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നു, ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി. അതോടൊപ്പം തന്നെ ഭാവി കാര്യങ്ങൾ നടപ്പാക്കാൻ, ഈ നടപ്പാക്കിയ കാര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കാൻ എന്താണ് ഓരോ ജനത്തിന്റെയും അഭിപ്രായം എന്നുകൂടി ചോദിക്കുന്നു. അത്തരത്തിൽ ചോദിക്കുന്ന ജനാധിപത്യത്തിന്റെ ഇത്രയും മനോഹാരിത ലോകത്ത് എവിടെയാണ്? അത് നിങ്ങളുടെ അടുത്ത പ്രകടന പത്രികയ്ക്കുള്ളതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അതായത് സർക്കാരിന്റെ പണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പണം, ആ 20 കോടി ഈ സർവേക്കായി ചെലവഴിക്കുമ്പോൾ അതൊരു ചെറിയ തുകയല്ല. കാരണം നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ മെഡിക്കൽ കോളേജിൽ പ്രാകൃതമായ സംവിധാനം എന്ന് പറഞ്ഞത് അവിടുത്തെ തന്നെ ഒരു ഡോക്ടറാണ് രോഗി നിലത്ത് കടന്നതും ആ രോഗി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതൊക്കെ കേട്ട ദിവസമാണല്ലോ ഈ കടന്നു പോയിരിക്കുന്നത്. ഇന്നുമുണ്ട് SIT ആശുപത്രിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് പോയ സ്ത്രീ അണുബാധയേറ്റ് മരിച്ച സംഭവം. അവിടെ ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതിയിൽ കഴിയുന്ന 2 കുഞ്ഞുങ്ങൾ, ഒരു നിർമ്മാണത്തിൽ പകുതി പൂർത്തിയായ ഒരു വീടിൻ്റെ മുകൾ ഭാഗം തകർന്നുകൊണ്ട് 2 കുട്ടികൾ മരിച്ചു. ആ നിർമ്മാണം എന്തുകൊണ്ട് പൂർത്തിയായിട്ടില്ല എന്ന ചോദ്യം അവിടെ നിൽക്കും. നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്നൊക്കെ കരകയറിയ ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇതൊക്കെ ഇവിടെ സംഭവിക്കുമ്പോഴാണ് ഞങ്ങളിതാ ആകെ ക്ഷേമം നടപ്പാക്കിയിരിക്കുന്നു, നിങ്ങളുടെ കുറച്ചുകൂടി അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ഷേമ പരിപാടികളിലേക്ക് കടക്കാം എന്ന രീതിയിലുള്ള അമിത ആത്മവിശ്വാസം കാണുന്നത്. അതുകൊണ്ടാണ് ചോദ്യം. ഇതിലിപ്പോ കണ്ണൂരിലെ കോൺഗ്രസിന്റെ DCCയുടെ ജനറൽ സെക്രട്ടറി ഒരു ദിവസം പറഞ്ഞു, മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട്. ഇന്ന് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന വാർത്ത ഈ മാധ്യമങ്ങൾക്ക് വരെ വലിയ തലവാചകമായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇവിടെ ഏത് കാര്യമാണ് ഗവൺമെന്റ് പറഞ്ഞിട്ട് നടപ്പാക്കാത്തത്? ഞങ്ങൾ 900 കാര്യങ്ങളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. 4ാം പ്രോഗ്രസ് റിപ്പോർട്ട്, 2ാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ തന്നെ 900-739 കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പൊ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്ന് ഞങ്ങൾ പ്രകടന പത്രികയിലെ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് കടക്കുകയാണ്. അതിനുപരി, പ്രകടന പത്രികയേക്കാൾ ഉപരി കൂടുതൽ ആശയങ്ങൾ നടപ്പാക്കുന്നു. ഇവിടെ ഇപ്പൊ കടമാണ്, കേരളം വലിയ കടക്കണിയിലാണ് എന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച സംഘടിപ്പിച്ചതാ? ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കടമുള്ള 15 സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റല്ലേ പറയുന്നത്? അതായത് വരുമാനം കൂടി, നികുതി പിരിവ് കൂടി, ചെലവുകൾ കുറഞ്ഞു, മറ്റേ അനാവശ്യ ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കപ്പെട്ടു. അതുപോലെ കേന്ദ്രത്തിന്റെ കടത്തിന്റെ വർധനവിന്റെ തോതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കടത്തിന്റെ വർധനവ് പകുതിയാണ്. അരുൺകുമാർ, അത് കൂടാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു കേന്ദ്രം എന്നുള്ളത് പ്രധാനപ്പെട്ട സംസ്ഥാന വാദമാണ്. ഇങ്ങോട്ട് കിട്ടാനുള്ള ഫണ്ട് കിട്ടാത്തതിനെ കുറിച്ച്, നമ്മളെ ഞെരുക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാദം ധനമന്ത്രി ആവർത്തിക്കാറുണ്ടല്ലോ. ഇവിടെ കേന്ദ്രമായിട്ടുള്ള താരതമ്യപ്പെടുത്തൽ ശതമാനത്തിന്റെ കാര്യത്തിലാണ്. കേന്ദ്രം വലുത്, സംസ്ഥാനം ചെറുതാണ്, നമുക്കറിയാം. പക്ഷെ ശതമാനം എന്ന് വെച്ച് വരുമ്പോൾ 100% വെച്ചല്ലേ നോക്കുക. കേന്ദ്രത്തിന്റെ വർധനവ് ഇത്ര ശതമാനം, അതിന്റെ പകുതി മാത്രം 60% കേന്ദ്രത്തിന്റെ കടത്തിന്റെ വർധനവ്. നമ്മുടെ 33% നിൽക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം വരുമാനം ആർജിക്കുന്നതിലൂടെയും പ്രയോറിറ്റി മാറ്റം വരുത്തി കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിന്റെയും ഭാഗമായിട്ട് തന്നെയാണ്. ഒരു പ്രകടന പത്രിക തീർന്നു, ഭരണം തീർക്കുക എന്നല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർ ഭരണമാണ് ലക്ഷ്യം.
തുടർ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവകേരളം നിർമ്മിച്ച് അത് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്കുള്ള കേരളമാണ്. അതാണ് പറഞ്ഞത്. തുടർ ഭരണത്തിനുള്ള പരിപാടിയാണ് ഈ സർവേ എന്നത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അതിനെങ്ങനെ 20 കോടി ഖജനാവിൽ നിന്ന് ചെലവാക്കും? അത് നിങ്ങളുടെ പരിപാടിയാണ് തുടർ ഭരണം എന്നുള്ളത്. അത് ഒരു പാർട്ടി പരിപാടിയാണ്, മുന്നണി പരിപാടിയാണ്. അത് സർക്കാർ ചെലവിൽ എങ്ങനെ നടത്തുന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ഇത്രയും സംസാരിച്ച് ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം അങ്ങയിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, സർക്കാർ ഇതുവരെ നടപ്പാക്കിയ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട് ആളുകളിൽ നിന്നും അഭിപ്രായം തേടുന്നു. അത് ഒരു രഹസ്യമായ കാര്യമല്ല. അത് 80 ലക്ഷം വീടുകളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ പാർട്ടി പരിപാടിയാണത്, അല്ലെങ്കിൽ പാർട്ടിയാണ് അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ള മനോരമയുടെ തലക്കെട്ട്, പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കണം. അത് അങ്ങനെ തന്നെയാണ് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് നടത്തുന്നത് ഈ പറയുന്ന ഇനി 6 മാസമേ ഉള്ളൂ എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 6 മാസത്തേക്കല്ല, അടുത്ത 5 വർഷത്തേക്ക് കൂടി കണക്കാക്കിയിട്ടുള്ള വലിയ പരിപാടിയാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. നോക്കൂ ശ്രീമതി സ്മൃതി, ഇവരൊരു സർവേ നടത്താൻ പോകുന്നില്ല, ഒരു പഠന പരിപാടി നടത്താൻ പോകുന്നില്ല. അതായത് ഈ ഭരണം അവസാനിക്കാറായപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് വീടുകളിൽ ചെല്ലാൻ ഭയമുണ്ടോ ഇല്ലയെന്ന് അറിയണം. അതിനു വേണ്ടിയുള്ള ഒരു കണക്കെടുപ്പാണിത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓരോ വീട്ടിൽ കയറി ചെന്നാൽ ചിലപ്പോൾ ആ പ്രവർത്തകരോടുള്ള വീട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ചാലറിയാം. ഓരോ ദിവസവും നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യരംഗമാണെങ്കിലും വിദ്യാഭ്യാസ രംഗമാണെങ്കിലും, സ്മൃതി നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കടക്കുന്നില്ല. അപ്പോൾ അതിനാളെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ എന്താണ്, യുവാക്കൾക്ക് അവർക്ക് ഇങ്ങനെ കുറച്ചൊരു സർവേ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുക്കാൻ പറ്റും. അങ്ങനെ പൈസ കൊടുത്തിട്ട് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക, എന്നിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുക. അതാണ് അതിൻ്റെ രത്ന ചുരുക്കം, വേറൊന്നുമില്ല. അല്ലാണ്ട് ഈ സർവേ നടത്താൻ ഇവർക്ക് ആരാ അധികാരം കൊടുക്കുന്നത്? ഏത് ഗവൺമെൻറ് വകുപ്പാണ് സർവേ നടത്തുന്നത്? ആരാണ് ചോദ്യാവലി തയ്യാറാക്കിയത്? ഏത് ഏജൻസിയാണ് സർവേക്ക് മേൽനോട്ടം വഹിക്കുന്നത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കാര്യത്തിൽ പോലും കൃത്യമായി സർവേ നടത്താൻ പറ്റാത്ത ഗവൺമെൻറ് ആണോ ഈ അവസാന കാലത്ത് സർവേ നടത്താൻ പോകുന്നത്? സർവേ നടത്തിക്കഴിഞ്ഞു സ്മൃതി, ഓർമ്മയില്ലേ? ജനങ്ങളുടെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞു. നിലമ്പൂര് ജനങ്ങളുടെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞു. LDF തോറ്റു, UDF സീറ്റ് പിടിച്ചെടുത്തു. ഒന്നാമത്തെ സർവേ. പാലക്കാട്ട് LDFിൻ്റെ 3ാം സ്ഥാനത്തേക്ക് തട്ടിയിട്ടു. UDFിൻ്റെ ഭൂരിപക്ഷം 3000-ൽ നിന്ന് 18,000-ആയി. രണ്ടാമത്തെ സർവേ. ചേലക്കര LDFിൻ്റെ 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞു. സർവേയുടെ ഫലം, UDFിൻ്റെ ഫലം. LDF കഷ്ടിച്ച് ജയിച്ച സ്ഥലം. വയനാട് ലോക്സഭാ മണ്ഡലം 7 അസംബ്ലി മണ്ഡലങ്ങളിലും UDFിന് വൻ ഭൂരിപക്ഷം. മന്ത്രി കേളുവിൻ്റെ മണ്ഡലവും തിരിച്ചു പിടിച്ചു. വൻ ഭൂരിപക്ഷം, 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ജയിച്ചു. അതാണ് സർവേ, അതാണ് ജനങ്ങളുടെ സർവേ. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഇവരിപ്പോൾ പോകുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി പ്രവർത്തകരെ കിട്ടാനില്ല. എങ്ങനെ പോകും LDF പ്രവർത്തകരെ? പെൻഷൻ എന്ന് പറഞ്ഞ് 1,600 രൂപ 2,000 ആക്കിയെന്ന് പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിൽ ഒരാഴ്ച മുമ്പാണ് ഞാൻ കണ്ടത്. ഒരു അമ്മൂമ്മയോട് ഇവർ പോയി ചോദിച്ചു, 2,000 രൂപയാക്കിയല്ലോ. അപ്പോൾ അമ്മൂമ്മ പറയുകയാണ് 1,600 മര്യാദയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ഇതാണ് അവസ്ഥ. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് പോകാൻ മടിയുണ്ട്. ആ മടിയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണത്. അതുകൊണ്ടാണ് ഈ സർക്കുലർ അയച്ചത്. ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ 20 കോടി രൂപ അനുവദിച്ചത് നേരത്തെയാണ്. അന്ന് അവർ പറഞ്ഞ സർവേ എന്നാണ് കേട്ടോ, പഠനമൊന്നുമല്ല പറഞ്ഞ, സർവേ എന്നാണ് പറഞ്ഞത്. അതായത് ജനങ്ങളിലേക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ടോ നോക്കാനല്ലേ മന്ത്രിമാരും പാർട്ടിയും. പിന്നെ ഈ പാർട്ടിക്ക് എന്താ പണി? ഈ പാർട്ടിയുടെ പ്രാദേശിക ബ്രാഞ്ച് സെക്രട്ടറിക്ക് എന്താ പണി? അവരല്ലേ ഇത്തരം കാലത്തൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നവകേരള സദസ്സ് പൊളിഞ്ഞു, അതിനുശേഷം പൗരമുഖ്യരുടെ സദസ്സ് പൊളിഞ്ഞു, അതിനുശേഷം പാലക്കാട്ട് 2ാമത്തെ ഈ മന്ത്രിസഭാ വാർഷികവുമായി ബന്ധപ്പെട്ട് സർവേ യാത്ര തുടങ്ങിയത് പാലക്കാട്ടെത്തി. അവിടെ എന്തൊരു വ്യവസായ പരിപാടി, ആളില്ല. മുഖ്യമന്ത്രി ക്ഷോഭിച്ചു, ഓർമ്മയില്ലേ മുഖ്യമന്ത്രി ക്ഷോഭിച്ചത്? ഇനി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തിരുവനന്തപുരത്ത് ആളെ കിട്ടാതായപ്പോഴേ അവരെ സർക്കുലർ ഇറക്കിയില്ലേ, ആളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലഹാസനെ ക്ഷണിച്ച് 2 പേര് വരാതിരുന്നപ്പോൾ ഒരാളെങ്കിലും വരുന്നുണ്ട് എങ്കിൽ പിന്നെ കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചില്ലേ? അപ്പോൾ അതൊക്കെ സർവേ മനസ്സിലാക്കി ഇവർ. ഇപ്പോൾ ഈ പണം 20 കോടി രൂപ അവർ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ടി പ്രവർത്തനം നടത്താൻ. ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതല്ല സ്മൃതിക്ക് ഓർമ്മയുണ്ടാവും. നമ്മളൊരു 2-3 ആഴ്ച മുമ്പ് ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം 20 കോടി രൂപ കൊടുത്തിട്ട് അടുത്ത ഒരു പരിപാടിക്ക് പോകുന്നു. കാരണം ഈ അതിദാരിദ്ര്യം ചർച്ച ചെയ്തപ്പോഴേ ഇതൊക്കെ ഇവരുടെ ഒരു ഭരണപരമായ അവരുടെ ഒരു നേട്ടത്തിന് വേണ്ടി അവർ കാണിക്കുന്നു, ജനങ്ങളുടെ പണം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ സർവേ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ നടത്തുന്നത്? ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴാണ് അവരുടെ പ്രകടന പത്രിക ഒരു സർവേയാണ്. ആ പ്രകടന പത്രിക ജനങ്ങൾ അംഗീകാരം കൊടുത്താൽ ആ പ്രകടന പത്രിക നടപ്പാക്കണം. ഇവിടെ 5 വർഷമായിട്ട് പ്രകടന പത്രിക 900 നടപ്പാക്കിയെന്നാണ് പറഞ്ഞത്. ഈ 900 നടപ്പാക്കുന്നവർ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അരുൺകുമാറിന് എത്രയോ തവണ പറഞ്ഞു
പക്ഷേ അതിൽ അവസാനത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം. 2500 രൂപ പെൻഷനാക്കാമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അവസാന നിമിഷം വരെ ആയിട്ട് 2000 എത്തിയുള്ളല്ലോ. അപ്പോൾ 500 രൂപ വെച്ചിട്ട് 5 വർഷത്തെ പൂർവ്വകാല പ്രാബല്യത്തോടെ കൊടുക്കാൻ പറ്റുമോ അവർക്ക്? ഇവർ കൊടുക്കുമോ പൂർവ്വകാല പ്രാബല്യത്തോടെ? ഒരാൾക്ക് മിനിമം 50,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂർവ്വകാല പ്രാബല്യത്തോടെ ഞങ്ങൾ അധികാരത്തിൽ വന്ന 2021 തൊട്ട് ഞങ്ങളിതാ ഈ 500 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതാണ് സർവേ, അതാണ് ചോദിക്കേണ്ടത്. അത് വീട്ടിൽ പോയി ചോദിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ? ആരെങ്കിലും ചോദിക്കുമോ? ഇനി അതൊക്കെ പോട്ടെ, ആരോഗ്യപരമായ കാര്യം ഏത് വീട്ടിൽ പോയിട്ട് അവർ പറയാ സർക്കാർ ആശുപത്രി പോകാനായിട്ട്? ജനങ്ങൾ ഓടിക്കും. ഇനി അതും കഴിഞ്ഞു. ഈ അതിദാരിദ്ര്യത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടാൻ പോകുന്ന റേഷനെ കുറിച്ച് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും. ആ കാര്യം കേൾക്കണം. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം, അവിടുത്തെ കാര്യങ്ങൾ അവർ പറയും. സീറ്റ് കിട്ടാത്ത കാര്യങ്ങൾ പറയും, പഠിക്കാൻ സൗകര്യമില്ലാത്ത പറയും. ഇനി അഭ്യസ്ത വിദ്യാർത്ഥികളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് എത്ര കാലമായി? സ്വപ്നത്തിൽ കാണാൻ പറ്റും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ ഇനി പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട്? PSC എത്ര പേരെ നിയമിച്ചു? ആർക്കെങ്കിലും അറിയുമോ? റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെട്ടു, ആർക്കെങ്കിലും അറിയുമോ? ഒരു വനിതാ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് പട്ടികപ്പെട്ട ഒരു യുവതിയുടെ വീട്ടിലെ ഈ CPM പ്രവർത്തകരെ സർവേ ആയിട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കില്ലേ, ഇതാ എൻ്റെ കൈ നോക്കൂ, ഞാൻ കർപ്പൂരം കത്തിച്ച് കൈ പൊള്ളിയതാണ്, എനിക്ക് ജോലി കിട്ടാണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പ്രതിപക്ഷം ഇടയ്ക്ക് നടത്തുന്ന ഈ പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒരു ബൈറ്റ് കൊടുത്തു പോകുന്നതല്ലാതെ എവിടെ ഏറ്റെടുക്കുന്നു പ്രതിപക്ഷം ഈ വിഷയങ്ങൾ? നല്ല ഉറപ്പുണ്ടല്ലോ, നല്ല ധാരണയുണ്ടല്ലോ ഓരോ വിഷയത്തെക്കുറിച്ചും. അപ്പോൾ എവിടെയാണ് പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ കാണുന്നത്? നോക്കൂ സ്മൃതി, പ്രതിപക്ഷത്തിന്റെ സമരത്തിന്റെ വിജയമല്ലേ നിലമ്പൂരും ഞാൻ ഈ പറഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ടത്? നിലമ്പൂരിൽ ഒരു പ്രത്യേക വരുമ്പോൾ മറ്റൊരു പ്രത്യേക സാഹചര്യമായിരുന്നില്ലേ? അവിടെ ഒരു അൻവർ ഫാക്ടർ ഉണ്ടല്ലോ. അല്ല ആയിക്കോട്ടെ, പാലക്കാട് എന്ത് സാഹചര്യ? മന്ത്രി കേളുവിൻ്റെ മണ്ഡലത്തിൽ എന്ത് സാഹചര്യ? തൃക്കാക്കരയും വിട്ടുകളയാം, കാരണം തുടക്കത്തിലുള്ള പോട്ടെ സാരമില്ല, പുതുപ്പള്ളിയും വിട്ടുകളയാം. ഈ നിലമ്പൂരെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് സീറ്റല്ലേ. അൻവർ ഫാക്ട് എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞെന്താ, അൻവർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ജയിക്കായിരുന്നല്ലേ പറയുന്നത്. അങ്ങനത്തെ മണ്ഡലത്തിൽ ആരെങ്കിലും പറയുമോ? ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. ആ ധാരണ എന്ന് പറയുന്നതാണ് ജനകീയ പ്രതികരണങ്ങൾ. അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPMൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നോക്കൂ സ്മൃതി, ഒന്ന് സാമാന്യ ബുദ്ധിയോടൊന്ന് ആലോചിച്ച് നോക്കൂ. അതിദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞതിന് 3 ദിവസം മുമ്പാ, ഇന്നലെ മിനിങ്ങന്നൊക്കെ പത്രത്തിൽ ഓരോരോ കഥകൾ വരുന്നില്ലേ, ഓരോരോ വാർത്തകൾ വരുന്നില്ലേ? ഇവരൊക്കെ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരല്ലേ? ഇവരുടെയൊക്കെ വീട്ടിലൊക്കെ പോകാൻ പറ്റുമോ? ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർ സജ്ജരാണോ? അവർക്ക് വീടുകളിൽ പോകാൻ ലജ്ജയുണ്ടോ? ആ ലജ്ജ മാറിയോ? അതറിയണമെങ്കിൽ ഈ സർവേ എന്ന പേരിൽ പണം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് പാർട്ടി ഇട്ട സർക്കുലർ, പാർട്ടി ഇട്ട സർക്കുലർ ശരിയാണ്, ഞാൻ അന്വേഷിച്ചു, അത് ശരിയാണത്. കാരണം അതിലെന്താണെന്ന് വെച്ചാൽ സർവേ നടത്തുക എന്നുള്ളതല്ല കാര്യം, പഠനവുമല്ല കാര്യം. നിങ്ങളുടെ ഒരു പെൻഷൻകാരുടെ വീട്ടിൽ അവർ മിക്കവാറും പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ അവിടെ പോയിട്ട് പറയാണ്, പിണറായി വിജയൻ സാർ നിങ്ങളുടെ പെൻഷൻ 2000 രൂപയാക്കി. പിണറായി വിജയൻ സാർ അറിയുമോ? പിണറായി വിജയൻ സാറാണ് നിങ്ങൾക്ക് പെൻഷൻ നൽകുന്നത്, അറിയുമോ? ഇതിങ്ങനെ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് അവർ. അതിനുവേണ്ടിയാണ് ചെല്ലുന്നത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെല്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ അതൊക്കെ കത്തി നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പോയാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊരു ഇപ്പോൾ അറിയാമല്ലോ, കേരളത്തിലെ UDF LDFൻ്റെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. വാർഡ് തിരഞ്ഞെടുപ്പാണ്, 1 വോട്ടിനും 2 വോട്ടിനൊക്കെ ജയിക്കുന്ന കാലമാണ്. അപ്പോൾ അതൊക്കെ അതിന് ശേഷം ഒരു സർവേ പോലെ നടത്താൻ തീരുമാനിച്ചതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പ്രവർത്തകർ ഇപ്പോഴും രംഗത്തിറങ്ങണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് CPM പ്രവർത്തകർ രംഗത്തിറങ്ങണം. എന്നാൽ മാത്രമേ അടുത്ത ഇതിലേക്ക് സർവേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് സർവേ ആണെങ്കിൽ ആരാണ് എൻ്റെ നോഡൽ ഓഫീസർ, ഏത് IAS ഉദ്യോഗസ്ഥനാണ് മേൽനോട്ടം വഹിക്കുന്നത്? ഇതൊക്കെ പറയട്ടെ, ഗവൺമെൻറ് പറയട്ടെ. ഇനിയും ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടാണോ ഈ സർവേ നടത്താൻ തീരുമാനിച്ചത്? അങ്ങനെയാണോ? അങ്ങനെയാണ് യഥാർത്ഥ സർവേ ആർക്കും പങ്കെടുക്കാമെന്നല്ലേ അരുൺകുമാർ പറഞ്ഞ സന്നദ്ധ സംഘടന. ശരി, യൂത്ത് കോൺഗ്രസ്സുകാരെ പങ്കെടുപ്പിക്കുമോ ഈ സർവേയിൽ? യൂത്ത് ഫ്രണ്ടുകാരെ പങ്കെടുപ്പിക്കുമോ ഈ സർവേയിൽ? പറ. യൂത്ത് കോൺഗ്രസിൻ്റെ സന്നദ്ധ സേവന ഒരു കൂട്ടം എല്ലാ ജില്ലയിലും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പേര് തരാം. അവരെ നിങ്ങൾ ഈ സർവേ പങ്കെടുപ്പിക്കുമോ? പഠന സർവേ അല്ലേ? പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ഏകപക്ഷീയമായ പഠനമല്ലല്ലോ. ഇതൊക്കെ എന്താ വെച്ചാല് ശ്രീ NP ചെക്കുട്ടിയിലേക്കും ഒപ്പം തന്നെ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കും എത്തേണ്ടത്. ശ്രീ NP ചെക്കുട്ടി, എന്തിനാണ് ഈ സർവേ എന്നാണ് അങ്ങ് കരുതുന്നത്? ഈ സർവേ നടത്തുന്നത് പാർട്ടിയാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം പറയുകയാണ്. പാർട്ടി ആണ് പരിപാടി നടത്തുന്നത്, സർക്കാരിന്റെ പരിപാടി പാർട്ടി എങ്ങനെ നടത്തുമെന്നുള്ള ചോദ്യം കൂടിയുണ്ടല്ലോ.
അല്ല, തീർച്ചയായും ഈ പ്രശ്നത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സംവിധാനത്തെ പാർട്ടികൾ അവരുടെ കക്ഷി രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തുന്നുള്ളൊരു പ്രശ്നം. അതിൻ്റെ വളരെ ക്ലിയർ എക്സാമ്പിളായിട്ടാണ് അത് തോന്നുന്നത്. കാരണം സർക്കാർ ഒരു സർവേ പ്രഖ്യാപിക്കുന്നു, സർക്കാരിൻ്റെ ഫണ്ട് ചെലവാക്കുന്നു, പക്ഷേ ആ സർവേ യഥാർത്ഥത്തിൽ നടത്തുന്നത് CPM എന്ന് പറയുന്ന ഒരു കക്ഷി മാത്രമാണ് എന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാർ സംവിധാനത്തെ പാർട്ടികൾ പിടിച്ചെടുക്കുന്നു, പാർട്ടികൾ ദുരുപയോഗം ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. നേരത്തെ ജനകീയാസൂത്രണത്തിൻ്റെ കാലത്ത് പോലും ജനകീയാസൂത്രണത്തിൻ്റെ പേരിൽ നടക്കുന്ന പരിപാടികൾ അതിൽ ജനകീയ കമ്മിറ്റികൾ പിന്നെ എക്സ്പെർട്ട് കമ്മിറ്റികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ അനുഭവം എന്താണ്? CPMന് സ്വാധീനമുള്ള മേഖലകളിൽ CPMൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാണ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനകീയാസൂത്രണം അത് വലിയ ലക്ഷ്യങ്ങളോടുകൂടി, വലിയ ഉദാത്തമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് മുന്നോട്ട് വന്നതെങ്കിലും പ്രായോഗികമായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അഴിമതിയെ വികേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ വാർഡ് തലത്തിലേക്ക് രാഷ്ട്രീയ അഴിമതി വ്യാപിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ അനുഭവം നമ്മൾ ബോധ്യപ്പെടുത്തിയത്. അതേമാതിരി ഇപ്പോൾ 20 കോടി രൂപ പിന്നെ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ട് സർവേ നടത്തുമ്പോഴും ഈ സർവേ എന്ത് ആവശ്യത്തിനാണ്? എന്താ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു സർവേ നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എന്താ ആവശ്യത്തിന് വേണ്ടിയാണ് സർവേ നടത്തുന്നത്? കേരളത്തിലെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയാനാണോ, അല്ലെങ്കിൽ കേരളത്തിലെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനാണോ? ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള ഒരു 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 നിലപാട് എന്താണ്? ഈ സർക്കാരും ജനങ്ങളും തമ്മിൽ റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നതാണല്ലോ ഈ വീടുകളിൽ കയറിയുള്ള ഈ പ്രചാരണങ്ങളും വീടുകളിൽ കാര്യങ്ങൾ എത്തിക്കലും വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കലും അവരുടെ ചോദ്യങ്ങൾ ഉത്തരം പറയലും ആ തരത്തിലൊരു സംവിധാനമാണല്ലോ. ഒരുതരം കൊടുക്കൽ വാങ്ങൽ സംവിധാനമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ അനുഭവം എന്താണ്? ഞാനൊരു ഉദാഹരണം പറയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും പിന്നെ മന്ത്രിമാരും ചേർന്ന് ഒരു ബസ് യാത്ര നടത്തിയിരുന്നു. ഈ ബസ് യാത്ര ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഞെട്ടൽ, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും സാധാരണക്കാരായ ആളുകൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, അല്പമെങ്കിലും പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ സൂചന കാണിച്ച, ഒരു കരിങ്കൊടി കാണിച്ച ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച ആളുകൾ, അവരെയൊക്കെ കൈകാര്യം ചെയ്ത രീതി, അത് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള അത്യന്തം ക്രൂരമായിട്ടുള്ള ഒരു കടന്നാക്രമണം, ജനങ്ങളുടെ നേരെ ഒരു കടന്നാക്രമണം ആ കാലത്തൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനുശേഷം ഒരിക്കൽ പോലും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ ജനകീയ സമ്പർക്കം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. കാരണം ഈ ജനകീയ സമ്പർക്കം വീട്ടിലേക്ക് കയറി വന്നാൽ വീട്ടുകാർക്ക് എന്ത് സംഭവിക്കും, ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന മട്ടിലുള്ള ഒരു അത്യാഹിതത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള യഥാർത്ഥത്തിലുള്ള അവരുടെ ഫീലിംഗ് എന്താണെന്നുള്ളത് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ജനങ്ങൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒട്ടും തൃപ്തരല്ല, ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒട്ടും തൃപ്തരല്ല. അവർ പറയുന്ന 1000 പരിപാടികൾ നടപ്പിലാക്കി, 10,000 നടപ്പിലാക്കി. മാത്രമല്ല ഞാനിപ്പോൾ പറയുന്നത് വികസന രാജ്യങ്ങളെയും കടത്തി വെട്ടിയെന്ന്. എൻ്റെ ദൈവമേ, വികസിത രാജ്യങ്ങളെയൊക്കെ കടത്തി വെട്ടിയിട്ട് നമ്മളിനിപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ പോയിട്ട് കൂട് കെട്ടാൻ പോവുകയാണോ? എന്തെല്ലാം തരം അസംബന്ധമായിട്ടുള്ള അവകാശവാദങ്ങളാണ് ഈ പറയുന്നത്. ഈ CPMന് വേണ്ടിയിട്ടോ സർക്കാരിന് വേണ്ടിയിട്ടോ ഈ പിന്നെ വെട്ടിപ്പാട്ട് പാടുന്ന ആളുകൾ തങ്ങൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം, ഇത് ജനങ്ങൾ എങ്ങനെയാണ് ഇതിന് കാണുന്നത്, എത്ര പുച്ഛത്തോടു കൂടിയാണ് ജനങ്ങൾ തള്ളിക്കളയാൻ തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും വേണ്ടേ? വികസിത രാജ്യങ്ങളെ, ഇത് ചൈനയടക്കം പിന്നെ അമേരിക്ക അടക്കം ബ്രിട്ടൻ അടക്കമുള്ള വികസിത രാജ്യങ്ങളെ കവച്ചു വെച്ചു കഴിഞ്ഞു ഈ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ആരാണ് ഇതൊക്കെ കേട്ട് ആ തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒന്നും ഇങ്ങോട്ട് കേൾക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയാം, ഞങ്ങളുടെ അവകാശവാദങ്ങൾ മാത്രം നിങ്ങൾ കേട്ടാൽ മതി എന്ന മട്ടിൽ ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇത് ജനങ്ങളെ അങ്ങേയറ്റം മടുപ്പിച്ചിട്ടുണ്ട്, വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വെറുപ്പിന്റെ അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ 20 കോടി രൂപ ചെലവാക്കിയിട്ട് വല്ല മാറ്റങ്ങളും വരുത്താൻ കഴിയുമോ? അതിന് കുറെ പിള്ളേരെ റോഡിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. അവരുടെ ഭാഗ്യം, അവർ ചില്ലറ വല്ലതും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരി, ശ്രീ ജോർജ് പൊടിപാറ, എന്തിനാണ് സർവേ എന്ന് ചോദിക്കുമ്പോൾ ആ സർവേ കൊണ്ട് സർക്കാർ ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് കൊടുത്ത ക്ഷേമ പദ്ധതികൾ അവർക്ക് ഉപയോഗപ്പെട്ടോ എന്നറിയാനും ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാനുമുള്ള സർവേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 6 മാസത്തെ കാലാവധി പറയുമ്പോൾ 6 മാസം അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, അടുത്ത 5 വർഷത്തേക്ക് കൂടിയുള്ള വലിയ പദ്ധതിയാണ് എന്നുള്ളതാണ് മറുപടിയായി വരുന്നത്.
അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതി ആയി വരുമ്പോൾ ഉറപ്പായിട്ടും അത് പ്രകടന പത്രികയിലേക്കുള്ളതായിരിക്കും. അപ്പോൾ ആ പ്രകടന പത്രികയിലേക്കുള്ള കാര്യങ്ങൾ ഈ സർവേയിലൂടെ നടപ്പാക്കുകയാണോ എന്നുള്ള ചോദ്യമാണ്. അത് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ടാണോ എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ സർക്കാരിന് ഒരു പരിപാടിയുണ്ട്, പ്രതിപക്ഷത്തിന് എന്താണ് പരിപാടി എന്ന ചോദ്യം കൂടിയുണ്ട്. 2 ചോദ്യങ്ങൾക്കും അങ്ങയുടെ മറുപടി. സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ഈ പറഞ്ഞ അരുൺകുമാർ ഇവിടെ വരച്ചിട്ട ആ ചേതോഹരമായ ചിത്രമൊന്നും അല്ല. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നറിയാനുള്ള കൃത്യമായൊരു അന്വേഷണമാണ്. കൃത്യമായിട്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ജനങ്ങൾ എന്താണ് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അറിയാനാണെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചുള്ള ഒരു സർവേ അല്ല, കുറെ കൂടി നിഷ്പക്ഷമായ, കുറെ കൂടി സയന്റിഫിക് ആയിട്ടുള്ള, ഇതൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ഏജൻസികൾ ധാരാളമുണ്ട്. ഇപ്പൊ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ധാരാളമായിട്ട് PR ഏജൻസികൾ ഉപയോഗിച്ച് സർക്കാർ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ അത്തരം ഏജൻസികളെ, കാരണം ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ കഴിവുള്ള ധാരാളം ഏജൻസികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വേണമെങ്കിൽ പണം ധാരാളം കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ വിദേശ ഏജൻസികളെ പോയി ഉപയോഗിക്കാം. അവരൊക്കെ വളരെ വളരെ പ്രൊഫഷണൽ ആണ്, വളരെ വളരെ സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ ഇത് പാർട്ടി തന്നെ 20 കോടി രൂപ ഖജനാവിൽ നിന്ന് നീക്കിവെച്ച് ആ 20 കോടി ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ കേരളത്തിലെ 80 ലക്ഷം വീടുകളിലേക്ക് പറഞ്ഞയച്ച് ആ പാർട്ടി പ്രവർത്തകര് ഈ ജനങ്ങളുമായിട്ട് സംവദിച്ച്, ഈ വീട്ടുകാരുമായിട്ട് സംവദിച്ച് അവർ പറയുന്നത് എന്താണ്, അവർ അഭിപ്രായപ്പെടുന്നത് എന്താണ്, അവരുടെ എന്താ പറയാ ഇതുവരെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ നടത്തുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിശകലനങ്ങളും എന്താണ്, ഈ പോരായ്മകൾ എന്താണ്, ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കാനും അതിനുശേഷം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങൾക്ക് ശേഷമുള്ള 1-2 മാസങ്ങൾക്കകം കൂടുതൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇപ്പൊ തന്നെ കുറെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ പദ്ധതികൾ എത്രത്തോളം ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്, ജനങ്ങൾ എത്രത്തോളം അതിനെ അംഗീകരിക്കുന്നുണ്ട്, അത് വോട്ടായി മാറുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതോടൊപ്പം വരാനിരിക്കുന്ന സമയത്ത് ഇതിന് ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ഇതിലും വലിയ ചില സാധനങ്ങൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഏത് മാർഗം ഉപയോഗിച്ച് എന്താണോ ക്ലിക്ക് ചെയ്തത് അത് കൂടുതൽ ഫലപ്രദമായി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാനുള്ള വളരെ വിദഗ്ധമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? അവർ പറയുന്നു പഠനമാണ്, കൃത്യമായൊരു പഠനമാണ് നടക്കുന്നത്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ പല ഘട്ടത്തിലും പറയുന്നുണ്ട് ജനങ്ങൾക്ക് വികസന പദ്ധതികളെ കുറിച്ച് വല്ല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിൽ അവരത് വേണ്ട രീതിയിലല്ല മനസ്സിലാക്കിയിട്ടുള്ളെങ്കിൽ അത് വിശദീകരിച്ച് അവരെ ബോധ്യപ്പെടുത്തും. അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അവരെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തും എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ അരുൺകുമാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനകത്ത് വ്യക്തമാണ് ഞങ്ങൾ ഇതിനകത്ത് കൂടി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പ്രചരണം തന്നെയാണ്. അതങ്ങ് തുറന്ന് സമ്മതിച്ചാൽ മതി. ഒരു സർക്കാരിന്റെ ഇത്തരം ഒരു പഠനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സർവേ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് നടത്തുന്നതിന്റെ അത് എങ്ങനെയാണ് അതിനകത്ത് അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? സാധാരണഗതിയിൽ അങ്ങനെ ഇപ്പൊ വേറൊരു മുന്നണിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കോൺഗ്രസ് ഒരു പഠനം നടത്തുന്നു, അതിന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ ഉപയോഗിച്ച് അവർ വീടാന്തരം കയറി ഇറങ്ങുന്നു, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു, അവർക്ക് 20 കോടി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പഠന റിപ്പോർട്ട് നടപ്പാക്കിയാൽ CPM അത് അംഗീകരിക്കും? അങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? അങ്ങനെയാണോ ജനാധിപത്യത്തിലെ കീഴ്വഴക്കം? CPM-ന് വേണമെങ്കിൽ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച്, സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വേണമെങ്കിൽ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഈ 20 കോടിയൊന്നും ഉപയോഗിക്കാതെ അവരുടെ ആ മെഷീനറി ഉപയോഗിച്ച് അവരുടെ കൈവശമുള്ള പണം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സർവേ നടത്താം. പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചോ ഏജൻസികളെ ഉപയോഗിച്ചോ ഒക്കെ നടത്താം. ഇപ്പൊ കോൺഗ്രസ് ഒക്കെ നടത്തുന്നത് അവർ സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് സർവേ നടത്തുന്നുണ്ട് മണ്ഡലങ്ങളിൽ, വോട്ടർമാരുടെ മനോഗത അറിയാൻ. അവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. CPM നടത്തിയാലും CPI നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും ഒന്നും ഇതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. VD സതീശൻ എന്ന് പറഞ്ഞ പോലെ നിയമപരമായ രാഷ്ട്രീയമായിട്ട് ഒന്നും നേരിടാൻ പറ്റില്ല. അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? സർക്കാർ ചെലവിൽ നടത്തുന്ന ഒരു പഠനം അല്ലെങ്കിൽ സർവേ ഈ എന്താ പറയാ നികുതി പണം ഉപയോഗിച്ച് 20 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് നീക്കി വെച്ച് നടത്തുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താ?
ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാനും ആ രാഷ്ട്രീയം, അവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയം, അവരുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ തങ്ങൾക്ക് അനുഗുണമാണോ, അനുഗുണമല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യണം അത് കൂടുതൽ അനുഗുണമാക്കാൻ എന്ന രീതിയിലുള്ള അതിനുള്ളൊരു പഠനമാണിത്, അതിനുള്ള ഒരു വഴിയാണിത്. അതല്ലാതെ ഇതിനകത്ത് ഭാവി കേരളത്തെക്കുറിച്ചോ നവകേരളത്തെക്കുറിച്ചോ ഒന്നും അല്ല ഉത്കണ്ഠ. അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടുമോ, കിട്ടാൻ ഇപ്പോഴത്തെ ഈ സർവേ കൊണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് അല്ല എങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ ഇപ്പൊ പ്രഖ്യാപിച്ചതിന് അപ്പുറത്ത് വേറെ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഡയറക്റ്റ്, അതായത് അശ്വമുഖത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടക്കാനിരിക്കുന്നത്. ഇതിന്റെ ധാർമ്മികതയെക്കുറിച്ചോ ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ആ രാഷ്ട്രീയ മര്യാദയെക്കുറിച്ചോ ഒന്നും ഇവരെ അലട്ടുന്നില്ല. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്ക് കാര്യം നടക്കണം. എങ്ങനെ പറഞ്ഞും ആളുകളെ ബോധ്യപ്പെടുത്തും, ന്യായീകരിക്കും എന്നുള്ള. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു മര്യാദയുണ്ട്. അതൊന്ന് ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ രീതിയിലൊരു സർവേ നടത്തുന്നു, പൊതുപണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകർ ഉപയോഗിച്ച്. ശ്രീകുമാർ ചോദിച്ച കൃത്യമായൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് ഇപ്പൊ 4 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്തു. അപ്പൊ 4 ലക്ഷം പേരിൽ ഒരു 3.25 ലക്ഷം പേരെങ്കിലും CPM-കാരായിരിക്കും. മാത്രമല്ല, വേണമെങ്കിൽ ഇനി ഇതിനെ ഒന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ടുകാരും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചാൽ വേണമെങ്കിൽ ഒരു മാർഗം പറയാം. 4 ലക്ഷം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. അതിൽ നിന്ന് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകളെ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു. അത് ആദ്യം രജിസ്റ്റർ ചെയ്തവരൊക്കെ 99% CPM-കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ അവർ ഉദ്ദേശിച്ചിടത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. പക്ഷെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, വലിയ അവകാശവാദങ്ങൾ പറയരുത്, ധാർമ്മികത പറയരുത്, വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും പറയരുത്. ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്ക്വാഡിന് ഉപയോഗിച്ച് 1ാം ഘട്ട പ്രചരണം നടത്തുക. ആ 1ാം ഘട്ട പ്രചരണത്തിൽ അവകാശപൂർവ്വം ഏത് വീട്ടിലും കടന്നു ചെല്ലാം, ഇവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത വീടുകളിലും സർക്കാർ സ്പോൺസേർഡ് സർവേയുടെ ഭാഗമായിട്ട് കടന്നു ചെല്ലാം. അല്ലെങ്കിൽ UDF-കാർ ചിലപ്പോൾ ഇവരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല. പക്ഷെ ഈ സർവേ ആകുമ്പോൾ അവർക്കും സംസാരിക്കേണ്ടി വരും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, അവരോട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നടത്താം. അപ്പൊ കുറച്ചുകൂടി ആധികാരികതയോടെ അവകാശത്തോടെ സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കേളികൊട്ടാണ് യഥാർത്ഥത്തിൽ. അതാണ് ഈ സർവേയുടെ പേരിൽ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിയും സെൻസും ഒന്നും വേണ്ട. ആർക്കും മനസ്സിലാകാവുന്ന ക്ലിയർ കട്ട് പൊളിറ്റിക്സ് ആണ് നടക്കാൻ പോകുന്നത്. സ്മൃതി, ശരി. അഡ്വക്കേറ്റ് അരുൺകുമാർ, അങ്ങേക്ക് മറുപടി നൽകാം. നേരത്തെ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചത് ഈ പരിപാടിയിലേക്ക് സർവേ നടത്താൻ യൂത്ത് കോൺഗ്രസ്സുകാരെയും ക്ഷണിക്കുമോ എന്നുള്ളതാണ്. എനിക്ക് സമയം തരണം, കാരണം 10 മിനിറ്റ് ഞാൻ ആദ്യം സംസാരിച്ചു, 30 മിനിറ്റ് അതിനുശേഷം ഈ ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി തന്നെ ജനിച്ച 3 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് എനിക്ക് സമയം തരണം. ഇദ്ദേഹം പറഞ്ഞത് വീടുകളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്നതാണ്. ഞങ്ങൾ എപ്പോഴും ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, നിരന്തരം വീട് സന്ദർശിക്കുന്നവരാണ്. നിങ്ങളൊരു വീട് സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നല്ലോ മിസ്റ്റർ എൻ ശ്രീകുമാർ. ആ രാഹുൽ മാങ്കൂട്ടിലിന്റെ വിഷയം വന്നപ്പോൾ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ബോധിപ്പിക്കാൻ ഇതാ കോൺഗ്രസ്സുകാർ വീടുകളിലേക്കെന്ന് പറഞ്ഞു. ഒരു 10 വീട് തികച്ച് നിങ്ങൾക്ക് ഒരു വാർഡിൽ കയറാൻ പറ്റിയോ? നിങ്ങൾ ചെന്നപ്പോൾ ആട്ടി ഇറക്കി വിട്ടില്ലേ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ? ഈ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കാണിച്ച തോന്നിവാസങ്ങൾ വിവരിക്കാൻ നിങ്ങൾ പോയതല്ലേ? അതുപോലെ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ വിദേശത്ത് ജോലി ചെയ്ത് 5.5 ലക്ഷം രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് നാട്ടിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇതേ വീട് കയറാൻ പോയില്ലേ? ആ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചിട്ട് ഒരു വീട് പോയിട്ട് ഒരു കല്ലിടാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ ഒരു വീട് പോലും സന്ദർശിക്കാൻ കഴിയാത്ത കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. അതുകൊണ്ട് ഭവന സന്ദർശനത്തിന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ട് വേണ്ട, ക്യാമ്പയിൻ വേണ്ട. ഞങ്ങൾ എപ്പോഴും ഭവനം സന്ദർശിക്കുന്നവരാണ്. ഇന്നുവരെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീടുകൾ സന്ദർശിച്ചിട്ടാണ്. കഴിഞ്ഞ നവംബർ മാസം 1-ന് കേരളത്തിലെ മുഴുവൻ വീടുകളും ഞങ്ങൾ കയറി അതിദരിദ്ര നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത തീരുമാനം കൃത്യമായി ജനങ്ങളുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കാൻ മധുരവുമായി ഞങ്ങൾ വീട് കയറിയതാണ്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ പൂർവ്വകാല പ്രാബല്യം പെൻഷന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ, ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ 5 കൊല്ലം കൊണ്ട് ഭരണ കാലയളവിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ ഉള്ള കാര്യം ആ 5 വർഷം കാലാവധി തീരുന്നതിന് മുമ്പാണ് നടപ്പാക്കുക. ആ നടപ്പാക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് പൂർവ്വകാല പ്രാബല്യം കൊടുത്ത ചരിത്രം ഈ കേരളത്തിലുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ കുറച്ചോടെ സാമാന്യ മര്യാദയോടുകൂടി പറ. ഇടതുപക്ഷ വിരുദ്ധ തലയ്ക്ക് പിടിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആകല്ലേ. പിന്നെ മിസ്റ്റർ ചേക്കൂട്ടി പറയുക, അരുൺകുമാർ വന്ന മണ്ടത്തരം പറയുകയാണ് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക്. എന്താ കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്?
നമുക്ക് ഒരു മാസം മുമ്പല്ലേ കുട്ടികളുടെ ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ പിന്നിലാക്കിയ സംസ്ഥാനത്തിന്റെ പേരാ കേരളം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. കേരളത്തിന്റെ ഈ ശിശുമരണ നിരക്കിൽ അല്ല കേരളം സർവേ നടത്തി അതിദരിദ്രരില്ലാത്ത ഇത് 30 മിനിറ്റ് മിണ്ടാതിരുന്നു. ഇത് തന്നെയാ അല്ലല്ല 30 മിനിറ്റ് ഞാൻ ആദ്യം പറഞ്ഞു 30 മിനിറ്റ് മിണ്ടാതിരുന്ന് ഈ ഇടതുപക്ഷ വിരുദ്ധ കേട്ട ഞാൻ ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു അങ്ങയുടെ രാഷ്ട്രീയം ഇതിൽ ഇടപെടും. 2-ാം മിനിറ്റിൽ ഇത് ഇടപെട്ടു. ഇതാണ് മര്യാദകേട്. 30 മിനിറ്റ് ഒരു ഉപചോദ്യം ഇല്ല. ഞാൻ തുടങ്ങിയപ്പോൾ ഉപചോദ്യം ഞാൻ പറഞ്ഞു കഴിയട്ടെ, അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് എന്റെ ഫ്രെയിം മാറ്റിക്കോ, ഞാൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങിക്കോളാം. ഇടതുപക്ഷ വിരുദ്ധ ഇങ്ങനെ ഇല്ല നുണയും വ്യാജ പ്രചോദനം നടത്തുമ്പോൾ ഒരു ചോദ്യമില്ല. ഞാൻ പറയുന്നു ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ പിന്നിലാക്കിയ സംസ്ഥാനത്തിന്റെ പേരാ കേരളം. ഈ ലോകത്ത് തന്നെ അതിദരിദ്രരില്ലാത്ത ഒറ്റ രാജ്യമുള്ളൂ ചൈന. ആ ചൈനയ്ക്ക് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട നാടിന്റെ പേരാ കേരളം. എന്തിയെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തല്ലേ കേരളം? അതുപോലെ 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് കേരളം. 6 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഇതെല്ലാം കേരളത്തിന്റെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം ഇടതുപക്ഷമാണ്. കേൾക്ക്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, കേൾക്ക്, നിങ്ങൾ കേൾക്ക്. പിന്നെ എന്താ പറഞ്ഞേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നപ്പോ അതിൽ 3 എണ്ണം ഈ കേരളത്തിൽ നിന്നാ. ഇന്ത്യയിലെ 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നു, അതിൽ 21 എണ്ണം ഈ കേരളത്തിൽ നിന്നാ. അത് മാത്രമല്ല, ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലത്തുണ്ടായ നേട്ടം, കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് 81 ലോക രാജ്യങ്ങളിലെ 2620 കുട്ടികളാ. ഈ കുസാറ്റിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി 60ഓളം ലോകരാജ്യങ്ങളിലെ 1587 കുട്ടികളാ. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറും. നിങ്ങൾ കാണില്ല, വായിക്കില്ല, കാരണം മനോരമ മാത്രമാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ ചോദിച്ചല്ലോ PSC, ഈ രാജ്യത്ത് നടക്കുന്ന PSC നിയമത്തിന്റെ 50.24 ഈ കേരളത്തിലെ പകുതിയിലധികം. എന്നിട്ടൊക്കെ പറയാണ് കേരളത്തിൽ ഒന്നുമില്ല. അങ്ങ് ചോദിച്ചല്ലോ ഒരു ചോദ്യം. ഇതേ പബ്ലിക് പോർട്ടലാ, ആർക്ക് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യാം. ഇത് എത്ര നാൾ മുമ്പ് പബ്ലിഷ് ചെയ്താണ് ഈ വാർത്തകൾ? 10/10 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച് അതിന്റെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓർഡർ പുറത്തു വന്നതാ. ആർക്കും രജിസ്റ്റർ ചെയ്യാം. ഈ 4 ലക്ഷം പേർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെന്ന് ആർക്കും അറിയില്ല. സന്നദ്ധ സേവകരാണ്, സ്വയം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരാണ്, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. എന്നിട്ട് പറയാ ഒരു IAS കാരൻ ആരാ വന്നേന്ന്? മിസ്റ്റർ N. ശ്രീകുമാർ, അത്യാവശ്യം നോളജ് വായിച്ചിട്ട് വേണം ചർച്ചയ്ക്ക്. അങ്ങേക്ക് ഒരുപാട് രാഷ്ട്രീയ നിലവാരം നോളജ് ഉണ്ടാകാം, അതെല്ലാം ഇടതുപക്ഷ വിരുദ്ധ തലയിൽ പിടിച്ച് സത്യം മറച്ചു വെക്കുക. സംസ്ഥാനതല ഉപദേശക സമിതി, ഡോക്ടർ A. ജയതിലക് IAS ചീഫ് സെക്രട്ടറി, ഡോക്ടർ KM എബ്രഹാം IAS മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ശ്രീ K. ജയകുമാർ, ഡോക്ടർ സജി ഗോപിനാഥ് സംസ്ഥാനതല ഉപദേശക സമിതി, അതുപോലെ സംസ്ഥാന നിർവ്വഹണ സമിതി. കൃത്യമായി ഇതെല്ലാം ഈ ഗവൺമെന്റ് ഉത്തരവിലുണ്ട്. എന്താണ് പദ്ധതി, എന്താണ് പഠനം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആരൊക്കെയാണ് പോകേണ്ടത്, പഠനത്തിന് പോകുന്നവരുടെ ട്രെയിനിങ്, അവർ പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയമാണ് പരിശോധിക്കേണ്ടത്, ഈ ഗവൺമെന്റ് ഉത്തരവ് കൃത്യമായി വായിച്ചു നോക്കിയാൽ ഈ ചർച്ചയിലിരിക്കുന്ന 3 രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇതിന്റെ ബേസിക് മനസ്സിലാവും. എന്നിട്ട് വന്ന് ഇടതുപക്ഷ വിരുദ്ധ തലയിൽ പിടിച്ചിട്ട് CPM-ന് വീട് കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം. ഞങ്ങൾ ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത്, അവിടെ കണ്ണീരൊപ്പാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മിസ്റ്റർ 91 സീറ്റിൽ നിന്ന് ഞങ്ങൾ 99 മാറിയത്, 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറിയത്. നിങ്ങളിപ്പോ പറയുന്നു നിലമ്പൂര്, പാലക്കാട് കെട്ടിപ്പിടിച്ചിരുന്നോ? പക്ഷേ ഈ 9.5 വർഷമായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് ശരിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആരോപണം നിങ്ങൾ കൊണ്ടുവന്നെല്ലാം ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയില്ലേ? ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, ആദ്യത്തെ 30 വർഷം കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് 6 വർഷമാണ് ഞങ്ങൾ കേരളം ഭരിച്ച, 24 വർഷം നിങ്ങൾ. എന്നാൽ അവസാനത്തെ 30 വർഷം ഞങ്ങൾ 20 കൊല്ലം ഭരിച്ചു, ഇനിയും ഞങ്ങൾ ഭരിക്കും. കാരണം കൃത്യമായി പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ശ്രീ ചേക്കൂട്ടി കേരളത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കണം. ശരി, അങ്ങ് പറയുന്ന ഭാഷയും അവരൊക്കെ പറഞ്ഞ വിമർശനങ്ങളുടെ ഭാഷയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അങ്ങ് എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത്? അവർ പറയാനുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിൽ ഇവരൊന്നും പഠിക്കാത്തവരും അങ്ങ് മാത്രം പഠിച്ചവനുമാകുന്നു. ശരി, അതായത് ജനം വിലയിരുത്തട്ടെ. കേരളവും അമേരിക്കയും തമ്മിലുള്ള താരതമ്യമൊക്കെ നടത്തുമ്പോൾ ഇവിടുന്ന് ചികിത്സയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. എന്തിനാണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇനി ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ട ഒരു 9 വർഷത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ 10 വർഷത്തെ നേട്ടമാണെന്ന് ഇല്ലേ, ഞാൻ കണക്കങ്ങോട്ട് പറയാൻ പോവുകയാണ്. ഈ ദാരിദ്ര്യമുക്തമാണ്, അതിദാരിദ്ര്യം മുക്തമാകുന്നു എന്ന് പറഞ്ഞല്ലോ. കണക്കുകൾ ഞാനൊന്ന് പറയാം.
2021 സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രകടന പത്രത്തിൽ പറഞ്ഞു അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് പറയും. എന്നിട്ട് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇങ്ങനെയൊരു കാര്യം വയ്ക്കുകയാണ്. പക്ഷേ 2021 ബജറ്റിൽ ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല. അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു കാര്യം അന്നത്തെ ബജറ്റിലില്ല. 2022-2023 ഹെഡ് ഓപ്പൺ ചെയ്തു, പക്ഷേ നയാ പൈസ വച്ചിട്ടില്ല. ഞാൻ ബജറ്റിലെ ഡോക്യുമെന്റ്സ് ആണ് വായിക്കുന്നത്. 2023-24 50 കോടി രൂപ നീക്കിവെച്ചു. അതായത് ഹെഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു, 50 കോടി രൂപ നീക്കിവെച്ചു. പക്ഷേ ചെലവഴിച്ചത് 16.43 കോടി മാത്രമാണ്. 2024-25 ബജറ്റിൽ 50 കോടി രൂപ നീക്കിവെച്ചു. അത് എത്രത്തോളം ചെലവഴിച്ചു എന്നുള്ളത് അടുത്ത ബജറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴേ അറിയുള്ളൂ. 25-26 പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡാഷ്ബോർഡിൽ കാണിക്കുന്നത് 60 കോടി നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നവംബർ 1 പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ എത്ര രൂപ നിലവിൽ ചെലവഴിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. 16.43 എന്നതിന് രേഖയുണ്ട്. 24-25 50 കോടി നീക്കിവെച്ചിൽ എത്ര എന്ന് അറിയില്ല. എന്നിട്ട് മുഖ്യമന്ത്രി സഭയിൽ ഇത് പറയുമ്പോൾ 1000 കോടി ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഈ കണക്കുകൾ? ഈ കണക്കുകൾ കൊണ്ട് ആളുകളെ പറ്റിക്കാമോ? ഇതൊക്കെ ഇവിടെയുള്ള രേഖകളാണ്. രേഖകൾ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറഞ്ഞത്. അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് പറയുന്നിടത്താണ് ഈ കണക്കുകൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ തുക പോലും ചെലവഴിച്ചിട്ടില്ല. മറുപടി പറഞ്ഞ താങ്കൾ പറഞ്ഞത് മറ്റുള്ളവർ പറയുന്ന ഭാഷയിൽ എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന്. ഞാൻ വളരെ നല്ല ഭാഷയിൽ സൗഹൃദത്തിൽ തന്നെയാണ് തുടങ്ങിയത്. എൻ്റെ ഭാഷയുടെ ശബ്ദത്തിൽ വേരിയേഷൻ വരാൻ കാരണം താങ്കളാണ്. കാരണം 30 മിനിറ്റ് ഇവർ പറയുന്ന എല്ലാ തെറ്റുകളെയും കേട്ടിരുന്ന ഞാൻ ആ സമയത്ത് ഒരു ഉപചോദ്യമില്ല. താങ്കൾ അല്ല ഒറ്റ ഇതാണ് കുഴപ്പം. ഇതാണ് CPM പ്രതിനിധി പറയുമ്പോൾ നിങ്ങൾക്ക് ഉപചോദ്യമേ ഉള്ളൂ. CPM പ്രതിനിധി എന്നാ നിങ്ങൾ തന്നെ പറ. 30 എന്ന് പറയുന്നത് ഒന്നാമത് തെറ്റാണ്. 1 മണിക്കൂർ ചർച്ചയല്ലേ? അങ്ങേക്ക് അറിയാമല്ലോ 3 ഇടവേളകളുണ്ട്. ഇടവേളകളിലേക്ക് പോയ സമയം തുടക്കത്തിൽ 10 മിനിറ്റിലപ്പുറം നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു അല്ലേ? 7:10 വരെ 7:40 ഞാൻ തിരിച്ചു വരുന്നത്. അതുവരെ 30 മിനിറ്റ് ഇവർ പറയുന്നു കേട്ടു. പരസ്യം ചിലപ്പോൾ കുറച്ചോ, പക്ഷേ ആ സമയത്ത് ഒരു ഉപചോദ്യമില്ല. എത്ര മണ്ടത്തര ഇവർ പറഞ്ഞു, ഇതിന്റെ ഇടയിൽ എത്ര വിവരക്കേട് പറഞ്ഞു. ആ സമയത്തും താങ്കൾ ഒരു ഉപചോദ്യം ഇല്ല. എനിക്ക് ഏത് ഉപചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ തയ്യാറായി താങ്കൾക്ക് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള വലിയ കരുതലുണ്ടല്ലോ. ഒറ്റ മിനിറ്റ് CPM പ്രതിനിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും താങ്കൾ ഇടപെടുന്ന ഒരു കരുതലുണ്ടല്ലോ. ആ കരുതൽ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. ബോധ്യപ്പെടും. അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഒറ്റ കാര്യം അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി 64,004 പേർ കൃത്യമായി അവർക്ക് വീടില്ലാത്ത എത്ര പേർക്ക് വീട് കൊടുത്തു? അവിടെ വീട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പേർക്ക് പുനർനിർമ്മിച്ചു കൊടുത്തു? രേഖകളില്ലാത്തവർക്ക് എത്ര രേഖ കൊടുത്തു? അവർക്ക് പട്ടിണിയുള്ള വീട്ടുകളിലേക്ക് എത്ര രൂപ സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കിറ്റും അവരുടെ ഭക്ഷണം ഉറപ്പുവരുത്തി? ഇതെല്ലാം എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്താണ്, രേഖകൾ ചർച്ച ചെയ്ത. കുറെ വിദഗ്ധന്മാർ വന്നല്ലോ. ആ വിദഗ്ധന്മാർ സർവേ കുറെ സംശയം ഉന്നയിച്ചല്ലോ. നമ്മുടെ മന്ത്രി വളരെ കൃത്യമായി എന്നാണ് ഈ പ്രോസസ്സ് ആരംഭിച്ചത്, എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത് എന്താ ഇപ്പോൾ പറഞ്ഞത്? ഈ ചർച്ചയിൽ പങ്കെടുത്തവരും പറഞ്ഞല്ലോ, സർവേ നടത്താൻ ദേശീയ സർവേ ഏജൻസി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സർവേ ഏജൻസി, ഞങ്ങളുടെ സർവേ നടത്തുന്ന ജനങ്ങളാണ്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ചിരുന്ന് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും തീരുമാനിക്കുക. അവരാ തീരുമാനിച്ചത് ഇന്ന ആളുകൾ അതിദരിദ്രരാണ്, പട്ടിണിയാണ്, പരിവട്ടമാണ്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അത്തരത്തിൽ ഗ്രാമസഭ തീരുമാനിച്ചു കൊടുത്ത ലിസ്റ്റ്, അതിന് പ്രത്യേക പഠനമൊന്നും വേണ്ട, വലിയ സർവേ ഒന്നുമല്ല. ജനങ്ങളാണ് ഈ നാടിന്റെ പരമാധികാരി. ആ ജനാധിപത്യത്തിനാണ് ഊന്നൽ. ആ ഊന്നലിലൂടെ വന്ന കൃത്യമായിട്ടുള്ള ജനങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അന്നേരം മാധ്യമങ്ങൾ എന്താ ചെയ്തത്? ഇവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളൂടെ പുറത്തുണ്ട്, വന്നോട്ടെ. ഈ കേരളത്തിൽ അത്തരത്തിൽ അതിദരിദ്രം ഉണ്ടാകാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. എന്നിട്ട് 1000 കോടിയുടെ കണക്ക് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. വീട് വെച്ച് കൊടുത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. അതൊക്കെ കൃത്യമായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓരോ ഹെഡിലും ചെലവഴിച്ച തുകയെക്കുറിച്ച് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. മനോരമയുടെ ഫസ്റ്റ് പേജിൽ വരുന്ന ദിവസം അതെ മനോരമ കൊണ്ടുവന്ന മാസപ്പടിയെ
മനോരമ കൊണ്ടുവന്ന മാസപ്പടി സുപ്രീം കോടതി എടുത്ത് തോട്ടിലിട്ടിട്ടുണ്ട്. ആ മാസപ്പടിയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേരളം കാണുന്നുണ്ട്. അതുകൊണ്ട് എത്ര ദിവസവും നിങ്ങൾ ചർച്ച ചെയ്തോ? വി ഡി സതീശന്റെ പത്രസമ്മേളനം നടത്താനാണെന്ന് പറഞ്ഞത്. എവിടെയെങ്കിലും നടക്കട്ടെ, എന്തും നടന്നോട്ടെ, ഏത് ഏജൻസിയും CBI, CBI, ED, NIA, നിങ്ങൾ അറിയില്ല, CBI, ED, NIA, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, FSIO എല്ലാവരും ഉണ്ടല്ലോ കേരളത്തിൽ. ഏതെങ്കിലും ഒരു തെളിവിന്റെ തുമ്പ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ LDF ഗവൺമെന്റിനെതിരെ, നേതാക്കന്മാർക്കെതിരെ, നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കെതിരെ? നിങ്ങൾ ചർച്ച ചെയ്ത് അന്വേഷണം പാതി വഴിയിൽ നിന്നു. ആ നിന്നതിന്റെ കാര്യം എന്താണെന്നാണ് ചോദ്യം. മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതി. നിങ്ങൾ ഗവേഷണം നടത്താം, നിങ്ങൾക്കല്ലേ സ്പെഷ്യൽ മുഖ്യമന്ത്രി പറഞ്ഞേ. നമ്മൾ കണ്ടില്ലല്ലോ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടിന്റെ ഹർജി തള്ളി, അത് ശരിയാണ്, അത് സമ്മതിച്ചു. മാത്യു കുഴൽനാടിന്റെ ഹർജി തള്ളി, സമ്മതിച്ചു, സമ്മതിച്ചു. അതല്ലല്ലോ വേറെ അന്വേഷണം. ജനീവെ പോണം, ഹേഗിൽ ഒരു കോടതി, താങ്കൾക്കും പോകാം. ഹേഗിൽ ഒരു കോടതി ഉണ്ട്, ചെല്ല്. വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. ഈ സുപ്രീം കോടതിക്ക് മുകളിലൊരു കോടതി കേരളത്തിലില്ല. നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കരുത്. അതിനുശേഷം ചില സാമ്പത്തിക വിദഗ്ധർ വരും, ചില സംശയം വരും. ആ സംശയത്തിന് എത്ര മറുപടി കിട്ടിയാലും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ചർച്ചയിൽ കുറെ ആള്, കേരളത്തിന്റെ നേട്ടം എവിടെയാണെന്ന് ആ ജനങ്ങളിലേക്ക് ഇറങ്ങാം, അപ്പൊ കാണാൻ പറ്റും. ശരി, ജനങ്ങളിലേക്ക് ഇറങ്ങൂ. ശരി, ജനങ്ങളിലേക്ക് ഇറങ്ങി സർവേ നടത്തും. ഒരൊറ്റ ചോദ്യം, അരുണിനോട് ഒരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. അതിന് ഉത്തരം ഇടവേളയ്ക്ക് ശേഷം പറയൂ അദ്ദേഹം. ചോദിച്ചോളൂ. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരുൺ പറഞ്ഞു ഇങ്ങനെ ദരിദ്രരില്ലാത്ത ലോകത്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ കേരളമാണെന്ന് പറഞ്ഞു. അരുൺ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള, ലോകത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ സോഷ്യൽ സെക്യൂരിറ്റി നടപ്പാക്കുന്ന അതിദരിദ്രരില്ലാത്ത ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ സ്റ്റേറ്റിന്റെ സംരക്ഷണം കിട്ടുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ കൺട്രീസ്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതായത് ഒരു ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ മരണം വരെ പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നത് സ്റ്റേറ്റ് ആണ് ആ വ്യക്തിക്ക്. അതുപോലെ തന്നെ ഫ്രം ഹെയർ ടു നെയിൽ, മുടിനാര് മുതൽ നഖം വരെയുള്ള ആ വ്യക്തിയുടെ സംരക്ഷണം അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ എല്ലാം കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ്. വെൽഫെയർ സ്റ്റേറ്റുകളാണ്. അവിടെ ഒന്നുമില്ലാത്ത അതിദാരിദ്ര്യം, അവിടെയൊക്കെ അതിദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട്. കേരളത്തിലും ചൈനയിലും മാത്രമില്ല. ഏത് കണക്ക് വെച്ചിട്ടാണ് അവരുടെ ഇതൊക്കെ പറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നത്? അവർക്കൊരൊറ്റ കാര്യമുള്ളൂ, അവരിത് കൊട്ടിഘോഷിക്കാറില്ല. അത് അവരുടെ കടമയാണ്, അത് അവർ ചെയ്യും. അത് ലോകത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞങ്ങൾ ദാരിദ്ര്യവും ഇല്ല അതിദാരിദ്ര്യവും ഇല്ലാത്ത രാജ്യങ്ങൾ അവരിത് കൊട്ടിഘോഷിക്കുന്നില്ല. ആണ്ടി വലിയ അടികാരനെന്ന് ആണ്ടി പറയുന്നില്ല. അത് പറയാതിരിക്കാനുള്ള വകതിരിവും അത് പറയാതിരിക്കാനുള്ള മര്യാദയും മാന്യത അവർക്കുണ്ട്. ഇവിടെ അതല്ല, നേരെ തിരിച്ചെന്നിട്ട് അവരെ പോലും വെല്ലുന്ന എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരോടായി ചുരുക്കി മറുപടി പറയണം. ഇവിടെ മാനവ വിഭവ സൂചിക എന്ന് പറഞ്ഞൊരു സൂചികയുണ്ട്. സമയം കിട്ടുമ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകര് ഇടതുപക്ഷ വിരോധമൊക്കെ മാറ്റിവെച്ചിട്ടൊന്ന് ചർച്ച ചെയ്താൽ മതി. ഗർഭസ്ഥ ശിശു മുതൽ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണാവസ്ഥയിൽ കിടക്കുമ്പോൾ മുതൽ ജനിച്ച് കുട്ടിയായി യുവാവായി വളർന്ന് അവസാന വയോജനമായിട്ട് മാറുമ്പോൾ ഉള്ള ഘട്ടത്തിൽ കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങളും അതുപോലെ തന്നെ അതിദരിദ്രം ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളും പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും ഏത് രാജ്യത്തൊക്കെയാണ് ഇതുള്ളത്, എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. ഇന്ത്യ ഇപ്പോഴും പട്ടിണിയുടെ കാര്യത്തിൽ മിനിങ്ങാന്നൊരു കണക്ക് വന്നു, 102-ാമതാണ്. 3 നില മെച്ചപ്പെടുത്തി 105-ൽ നിന്ന് 102 എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം അവിടെയാണ് ഈ നേട്ടം സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ ഇടതുപക്ഷ വിരോധം തലയ്ക്ക് പിടിച്ച് ഈ കേരളത്തിന്റെ നേട്ടങ്ങൾ കണ്ടില്ല, അത് ഞങ്ങൾ പറയില്ല, അത് ഞങ്ങൾ പ്രചരിപ്പിക്കില്ല, അത് കണ്ടാൽ അതിനെ എതിർക്കാൻ എന്തു നുണയും ഞങ്ങൾ പറയും എന്നുള്ള സ്ഥിരം ശൈലി മാറ്റിവെച്ചോ. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിക്കും. പുതിയ പുതിയ പദ്ധതികൾ ഇനിയും വരും. ഞങ്ങൾ പ്രകടന പത്രിക നടപ്പാക്കും. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രഖ്യാപിച്ചത്. യഥാർത്ഥ വെടിക്കെട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ 6 മാസത്തിനുള്ളിൽ വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം, തൊഴിൽ, അവിടുത്തെ സാമൂഹ്യ സുരക്ഷ, അതിന്റെ അപ്പുറത്തേക്ക് അതിനേക്കാളും മികച്ചത് കിട്ടുന്ന തരത്തിലേക്ക് ഈ കേരളത്തെ മാറ്റും. അതിൽ ഒരു മാറ്റവും വേണ്ട. നിങ്ങൾ എതിർത്തോ, നിങ്ങൾ നുണ പ്രചരിപ്പിച്ചോ, പ്രതിപക്ഷ നേതാവ് എന്നും പത്രസമ്മേളനം നടത്തിക്കോട്ടെ, മനോരമയിൽ എന്നും വരുന്ന വാർത്ത അദ്ദേഹം ദിവസങ്ങളോളം പത്രസമ്മേളനം നടത്തിക്കോട്ടെ, അത് മാധ്യമങ്ങൾ ചർച്ചയായിക്കോട്ടെ. സൃഷ്ടിക്കപ്പെടട്ടെ. നമ്മുടെ സമയം കഴിയുന്നതാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, എൻ ശ്രീകുമാർ, ജോർജ് പൊടിപാറ, ഒപ്പം തന്നെ ശ്രീ എൻ പി ചെക്കുട്ടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.